നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അല്ലേ. കൊറോണ വന്നിട്ട് എന്തുണ്ടായി? നമ്മൾ അതിനേക്കാളും കരുത്തുകൂടി, മുമ്പത്തേക്കാൾ നന്നായി മുന്നോട്ട് പോകുന്നു. യുദ്ധം വന്നാലും ഇനി അതല്ല AI വന്നാലും നമ്മൾ ഇനിയും കരുത്ത് പ്രാപിച്ചു കൊണ്ടേയിരിക്കും. ഒരു വെല്ലുവിളിക്കും തടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ അനുസ്യൂതം മുന്നോട്ട് പോകുന്ന അത്ഭുത പ്രതിഭാസം എന്ന മനുഷ്യർക്ക് മുന്നിൽ ഒരു തടസ്സങ്ങളുമില്ല എന്നുള്ള സത്യം. ആ സത്യത്തിന് മുന്നിൽ നമുക്ക് നെഞ്ചും വിരിച്ച് നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് അറിയണം. നമ്മളെന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയണം. നിങ്ങൾക്കറിയോ, ഒരു TV വാങ്ങിച്ചു, അതിൻ്റെ മാനുവൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. വണ്ടി വാങ്ങിച്ചാലുണ്ടാവും. ഇതെല്ലാം ഉണ്ടാക്കുന്ന നിങ്ങളുടെ മാനുവൽ. ഇത് കിട്ടിയിട്ടുള്ളവർ ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നുമല്ലാത്തിടത്ത് നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയ എത്ര മനുഷ്യരുണ്ട് പരിശീലനങ്ങളിലൂടെ. നിങ്ങളും അതേ മനുഷ്യൻ തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ട് നമ്മളെ ആ തരത്തിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുന്നില്ല? ഇറ്റ്സ് എ ടൈം ടു തിങ്ക്. ഞാൻ ഇതേക്കുറിച്ചായിരുന്നു റിസർച്ച് ചെയ്തിരുന്നത്. 15 വർഷക്കാലം, നൂറുകണക്കിന് ട്രെയിനിങ്ങുകൾ, നൂറുകണക്കിന് പുസ്തകങ്ങൾ, 10,000-കണക്കിന് ആളുകളെ മെന്റർ ചെയ്ത് ഇന്ന് എൻ്റെ കയ്യിലുണ്ട് മാനുവൽ. മനുഷ്യനെ ഏറ്റവും പരമമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ആ പദ്ധതിയുടെ കർമ്മരേഖ. അതിന് നമ്മളെ ഓരോരുത്തരെയും ഒന്ന് അസസ് ചെയ്ത് നിങ്ങളുടെ ദുർബലതകൾ എന്തെന്ന് മനസ്സിലാക്കി, ദുർബലതകളല്ല കേട്ടോ, നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാ. അതിനെ, നിങ്ങളുടെ ദുർബലതയെ ഏറ്റവും വലിയ കരുത്താക്കി മാറ്റി. പിന്നെ ദിശാബോധം. ഈ AI യുഗത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടായാൽ മതി. അത് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, എഴുതി വെച്ച ലക്ഷ്യങ്ങൾ അതിന് 10 മടങ്ങ് ശക്തിയാണ്. അറിഞ്ഞിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ മാനുവൽ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ആത്മവിശ്വാസം, ദിശാബോധം, ഊർജം എത്രത്തോളം നിങ്ങൾക്ക് വേണം നമുക്ക് ലഭിക്കും. പരിശീലിക്കണം. നിങ്ങൾക്ക് പരിശീലിക്കണോ? ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണോ? എങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക.